തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഒരു UDF അനുഭാവി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്ത കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് മാലിന്യമുക്ത നവകേരളം. ഈ പദ്ധതിയെ അഭിനന്ദിച്ചും വകുപ്പിനെ അഭിനന്ദിച്ചും താൻ കണ്ട വിമർശനാത്മകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് ആ UDF അനുഭാവിയുടെ കുറിപ്പ്. വളരെ രസകരമായ ഒരു കുറിപ്പാണ്, വായിക്കേണ്ട കുറിപ്പാണ്. ഒരു UDF അനുഭാവിയുടെ കുറിപ്പെന്ന് പറഞ്ഞു തന്നെയാണ് മന്ത്രി എം.പി. രാജേഷ് ആ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. മന്ത്രിയുടെ ആ പോസ്റ്റ് ഇങ്ങനെയാണ്: UDF അനുഭാവി എന്ന സ്വയം പരിചയപ്പെടുത്തി കണ്ണൂർ വാരംകടവിലെ അസ്ലം ഫേസ്ബുക്കിലിട്ട കമൻറ്റ് ഇവിടെ പങ്കുവെക്കുന്നു. മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ പുരോഗതിയെ അഭിനന്ദിച്ചുകൊണ്ടും ചില കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഉള്ളതാണ് അസ്ലമിൻ്റെ കമൻറ്റ്. ഇക്കാര്യത്തിൽ അസ്ലം എടുത്ത മുൻകൈക്ക് അഭിനന്ദനങ്ങൾ. അസ്ലം ചൂണ്ടിക്കാണിച്ച കുറവുകളും പോരായ്മകളും പരിഹരിക്കാൻ ഗൗരവത്തോടെ ശ്രമം തുടരുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതുപോലുള്ള പ്രസക്തവും വസ്തുനിഷ്ഠവുമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിങ്ങൾക്ക് പങ്കുവെക്കാം. അസ്ലമിൻ്റെ കമൻറ്റ് പൂർണ്ണ രൂപത്തിൽ എന്ന് പറഞ്ഞ് ആ പോസ്റ്റ് ആരംഭിക്കുകയാണ്. സർ എം.പി. രാജേഷ്, കഴിഞ്ഞ ഒരു മാസമായി ഞാൻ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ യാത്രയിലാണ്. മാലിന്യമുക്ത നവകേരളം അവലോകന ഭാഗമായ സ്വന്തം ചെലവിൽ. ആ പഠനത്തിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ 90% ആളുകളും മാലിന്യമുക്ത നവകേരളവുമായി പോസിറ്റീവായാണ് പ്രതികരിക്കുന്നത്. ബാക്കി വരുന്ന 10% ആളുകൾ മാലിന്യം വലിച്ചെറിയുക എന്ന പ്രവണത ഉള്ളവരാണ്. അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിലെ 80% ഗ്രാമപ്രദേശങ്ങളും 70% നഗരപ്രദേശങ്ങളും മാലിന്യമുക്തമായാണ് കാണാൻ പറ്റിയത്. ഇത് 100% എത്താൻ വലിയ പ്രയാസമില്ല എന്നാണ് പറയാനുള്ളത്. കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോകുന്ന വഴികളിലാണ് പിന്നെ മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽ കാണുന്നത്. വാഗമൺ, മൂന്നാർ, ഗ്യാപ്പ് റോഡ്, ഇടുക്കി, വയനാട് തുടങ്ങിയ ഫോറസ്റ്റ് വനം വനത്തിൽ. നിലവിൽ കേരളത്തിലെ മുഴുവൻ ടൗൺഷിപ്പുകളിലും വേസ്റ്റ് ബിന്നില്ലാതെ ലൈസൻസ് അനുവദിക്കരുത്. കല്യാണം, ചടങ്ങുകൾ, പാർട്ടി പരിപാടികൾ, 10 ആളുകൾ കൂടുന്ന ഫംഗ്ഷൻ എന്നിവയ്ക്ക് ഹരിതസേനയിൽ രജിസ്റ്റർ ചെയ്യുകയും പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിച്ചില്ല എന്ന സത്യവാങ്മൂലം നൽകുകയും വേണം. എതിർ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പിഴ ഈടാക്കുകയും വേണം. നാഷണൽ ഹൈവേ NH-66 യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സർവീസ് റോഡുകൾ മാലിന്യം നിക്ഷേപിക്കാൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുക. മാലിന്യം വലിച്ചെറിയുന്നവർക്ക് വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കുക. ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പരിസരത്ത് പ്രവർത്തിക്കുന്ന കടകൾക്ക് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുക. സംസ്ഥാനത്തെ വഴിയോര കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ, തട്ടുകടകൾ എന്നിവ രാത്രി സമയങ്ങളിൽ വേസ്റ്റ് വലിച്ചെറിയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 50ഓളം പരാതികൾ മന്ത്രിയുടെ മാലിന്യമുക്ത നവകേരള വാട്സാപ്പ് നമ്പറിൽ ചെറുതും വലുതുമായ പരാതികൾ നൽകി 45 പരാതികൾ പരിഹരിച്ചതായി മെസ്സേജ് ലഭിച്ചു. വൃത്തിയുള്ള ജനതയെ വാർത്തെടുക്കലാണ് സർക്കാരിൻ്റെ കടമ. അത് താങ്കൾ നല്ലപോലെ വഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. മാലിന്യമുക്ത നവകേരളത്തിന് എല്ലാവരും സപ്പോർട്ടും. ഒരു UDF അനുഭാവി എന്ന നിലയിൽ അസ്ലം, വാരംകടവ്, കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാണ് ആ കമൻറ്റ്. അതാണ് മന്ത്രി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യക്തമായിട്ട് ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന ഒരു പ്രതിപക്ഷ അണിയെ കണ്ടു എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ. വ്യക്തമായിട്ട് താൻ കണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം മന്ത്രി അഭിനന്ദിക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആ വരുത്തേണ്ട മാറ്റങ്ങൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതും അറ്റാക്ക് ചെയ്യുന്ന രീതിയിലില്ല. സംസ്ഥാനത്തെ പ്രതിപക്ഷമടക്കമുള്ള പ്രതിപക്ഷം സഭയിൽ കാണിക്കുന്ന പോലെ ആക്രമണമല്ല, വ്യക്തമായിട്ട് നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്, ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശം. ഇങ്ങനെ സംസ്ഥാനത്തെ പ്രതിപക്ഷം എല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് പേരോട് മാറ്റമുണ്ടായെന്നൊരു പേഴ്സണലായിട്ടുള്ളൊരു പോയിൻ്റ് കൂടി പങ്കുവെക്കുന്നു. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കുറിപ്പാണ് മന്ത്രി എം.പി. രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുള്ളത്. അത് ഒരു UDFൻ്റെ അനുഭാവി താൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ ഒരു കമൻ്റായിട്ട് വേറൊരു പോസ്റ്റിനിടയിൽ ഇട്ടിരുന്നു. ആ കമൻ്റാണ് മന്ത്രി എം.പി. രാജേഷ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ക്രിയാത്മകമായിട്ട് എങ്ങനെ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാമെന്ന് UDF അനുഭാവി തന്നെ നേരിട്ട് ചെയ്ത കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്കിന്ന് വ്യാഖ്യാനിക്കാം. പ്രതിപക്ഷത്തുള്ള അണിയുടെ കമൻറ്റ് വെച്ച് ഒരു ക്ലാസ് എടുത്താണെന്നും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും വളരെ നല്ലൊരു കുറിപ്പ് മന്ത്രി എം.പി. രാജേഷ് പങ്കുവച്ചിരിക്കുകയാണ്. വായിക്കേണ്ട കുറിപ്പാണ്. ഒരു UDF അണി കേരളത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ മികച്ച കുറിപ്പാണ് മന്ത്രി എം.പി. രാജേഷ് പങ്കുവച്ചത്.